ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ഇൻടു ഡബിൾ എൻട്രിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആയിരിക്കും. സോ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ഇന്നവിറ്റബിൾ ആണ്, അത്യാവശ്യമാണ്. ബിക്കോസ് ട്രേഡിംഗ് അക്കൗണ്ടിലും അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കുകൾ നമുക്ക് അത്യാവശ്യമാണ്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് മറ്റു പല ഇൻഫർമേഷൻസും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടും കണ്ടെത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടും കണ്ടെത്തുന്നുണ്ട്. അല്ല ആദ്യം നമ്മൾ ബൈ യൂസിങ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്തുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താവുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻസിലൂടെ എങ്ങനെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. സോ ഞാനിവിടെ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ട് നോക്കാം. ഫസ്റ്റ് ഇഫ് സെയിൽസ് ആൻഡ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് അവൈലബിൾ. സോ നമുക്ക് ഈ പറഞ്ഞ പ്രകാരം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആവണം. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നമുക്ക് സെയിൽസ് അതേപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ രണ്ട് കാര്യത്തിലൂടെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താനുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണിക്കണം, അതിനോട് കൂടി ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ മൈനസ് പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് പർച്ചേസ് മൈനസ് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. അതിൽ നിന്നാണ് നമ്മൾ പർച്ചേസും അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യും. നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മാത്രം മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് വരെ മതി. സോ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അതായത് നമ്മളെ മൊത്തം സെയിൽസിന് ടോട്ടൽ ലാഭം ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ മറ്റ് ചെലവുകളാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. സോ അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ബൈ സെയിൽസ് ആൻഡ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്ക് സെയിൽസും വേണം, അതേപോലെ തന്നെ നമ്മുടെ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റും വേണം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എന്ത് കണ്ടെത്താൻ, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ. സോ സെയിൽസിന്റെ യൂസേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് ആവശ്യമുണ്ട്, ദെൻ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റിന്റെ കേസാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് എത്ര ശതമാനമാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്നത് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് തരും. പക്ഷെ ആ തരുന്നത് തന്നെ രണ്ട് രീതിയിൽ തരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ വേണമെങ്കിൽ പറയാനുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് 10% ഓഫ് സെയിൽസ്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് സെയിൽസിന്റെ 10% ആണെന്ന് നമ്മൾ പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും വിചാരിക്കാം, സെയിൽസ് ഒരു 1 lakh rupees ഉണ്ട്, അതിന്റെ 10% ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. സോ 10,000 ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് അവൈലബിൾ ആണ്, സെയിൽസിന്റെ മുകളിൽ 10% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് സെയിൽസ് ഉണ്ടായിരിക്കും, സെയിൽസ് എന്ത് ചെയ്യാം, സെയിൽസിന് മുകളിൽ ആ 10% അല്ലെങ്കിൽ എത്രയാണ് പെർസെന്റേജ് കണ്ടെത്തി നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. സോ ആ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താം, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസുകൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. നമുക്ക് ഇനി ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജിന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസം വരാം. ആദ്യം പറഞ്ഞത് എന്താണ്, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് സെയിൽസിന് മുകളിൽ ഇത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കേസ് പറയും, ഇഫ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഗിവൺ ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്. അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇത്ര ശതമാനമാണ് നമ്മുടെ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാണ്. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ആ പെർസെന്റേജിനെ സെയിൽസിന്റെ പെർസെന്റേജ് ആക്കിയിട്ട് മാറ്റണം. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇത്ര ശതമാനമാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അതെന്ത് ചെയ്യാം, നമുക്ക് സെയിൽസ് ആണ് അവൈലബിൾ എങ്കിൽ, സെയിൽസ് ആണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ, നമുക്ക് എന്തില്ല, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇല്ല. ശ്രദ്ധിക്കാം, നമ്മൾ പറയുന്ന സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ട്ലി എന്ത്, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എന്ന് വെച്ചാൽ നേരിട്ട് സെയിൽസിന്റെ എത്ര ശതമാനമാണ്, അതാണെങ്കിൽ നമുക്ക് ഈസിയാണ്. സെയിൽസ് ഉണ്ടെങ്കിൽ ആ സെയിൽസിന്റെ പെർസെന്റേജ് കണ്ടെത്തിയാൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇത്ര പെർസെന്റേജ് ആണ് ഉണ്ട് നമ്മളോട് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം എന്നില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടായിരിക്കണം എന്നില്ല. സോ അതില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു
കേസ് വരുള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തരുന്നില്ല, അതിന്റെ മുകളിൽ ഇത്ര ശതമാനമാണ് നമ്മുടെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ ആയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പെർസെന്റേജ് ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, പെർസെന്റേജ് ഓൺ സെയിൽസ് ആക്കി മാറ്റാം. അതായത് പെർസെന്റേജ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് സെയിൽസിന്റെ, അങ്ങനെയാണെങ്കിൽ സെയിൽസിന്റെ ഇത്ര ശതമാനമായിരുന്നു എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം അല്ലെ. സോ എന്ത് ചെയ്യാം, നമുക്ക് തന്ന പെർസെന്റേജ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം ഏതിലേക്ക്, പെർസെന്റേജ് ഓൺ സെയിൽസ്. അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് എന്ത് ചെയ്യാം, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എങ്ങനെ കണ്ടെത്താം. തന്നിട്ടുള്ളത് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസിലേക്ക് മാറ്റാം. അതിനുള്ള ഇക്വേഷൻ നോക്കാം, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് അത് എത്രയാണ്, അത് എഴുതാം. 25% ആയി 25 എഴുതാം. അതേപോലെ തന്നെ 10 ആണെങ്കിൽ 10 എഴുതാം. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെന്റേജ് ഓഫ് കോസ്റ്റ്. അപ്പോൾ മുകളിലും താഴെയും എഴുതേണ്ട ഫിഗേഴ്സ് സെയിം ആണ്. ആദ്യത്തതിന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തതിൽ താഴെ ഉള്ളതിൽ പ്ലസ് ആണ്, നമ്മൾ ആഡ് ചെയ്യാൻ. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫ്രം ദി ഫോളോവിംഗ് ഇൻഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. താഴെ തന്നുള്ള ഇൻഫർമേഷൻസിൽ ഫസ്റ്റ് ഐറ്റം സെയിൽസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം പറഞ്ഞിട്ടുള്ളത് 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 25% ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടോ നോക്കാം. നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് വന്നിട്ടുണ്ട്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് സെയിൽസ്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നീടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 25% ആണ് എന്ത് നമ്മുടെ പ്രോഫിറ്റ്. അത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല. സോ അത് കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്. സോ അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ അവസാനത്തെ ഇക്വേഷനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സോ ബാക്കി ഐറ്റംസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ദെൻ പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ നമുക്ക് എന്ത് വേണം, സെയിൽസും വേണം, ഗ്രോസ് പ്രോഫിറ്റും വേണം. എന്നാൽ ഈ ഗ്രോസ് പ്രോഫിറ്റ് എവിടെയാണ് എടുക്കുന്നത്, അത് 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയല്ലാതെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയല്ലാതെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടെത്താൻ കഴിയില്ല. സോ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എടുക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് നമുക്ക് കിട്ടൽ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ 25% ആണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ അത് സെയിൽസിന്റെ എത്ര ശതമാനമായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം, കണ്ടെത്തണം. സോ അത് കണ്ടെത്താനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. ദാറ്റ് ഈസ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. നമുക്ക് എത്ര പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്, ആ തന്ന കോസ്റ്റിന് മുകളിലുള്ള പെർസെന്റേജ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് സെയിൽസ് കാണാം. അല്ലാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, ബിക്കോസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. സോ എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള 25% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാറ്റിയിട്ട് നമുക്ക് അത് സെയിൽസിന്റെ എത്ര ശതമാനമാണ് എന്നുള്ളത് കണ്ടെത്താം. അപ്പൊ 25% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നത് നമ്മുടെ സെയിൽസിന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടെത്താം. നമുക്ക് ഈ ഇക്വേഷൻ ആ എമൗണ്ടുകൾ അല്ലെങ്കിൽ ആ ഫിഗേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. നോക്കാം, ഇത് കണ്ടെത്താൻ പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എത്ര ശതമാനമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 25% ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് 100 പ്ലസ് 25 25 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25. നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് 25 ഇൻറ്റു 100 2500 ഡിവൈഡഡ് ബൈ 125 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 20%. 20% നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഏതിന്റെ മുകളിൽ, സെയിൽസിന് മുകളിൽ. അതായത് 25% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് മുകളിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണെന്ന് മനസ്സിലായി. സോ സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ് 2 lakh നമുക്ക് ക്വസ്റ്റ്യൻ സെയിൽസ് തന്നിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh. 2 lakh സെയിൽസിന്റെ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് 20% ഓൺ സെയിൽസ് ആണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ്, അഥവാ 2 lakhന്റെ 20%. 2 lakhന്റെ 20% ആണ് നമ്മുടെ പ്രോഫിറ്റ്. അത് വരുന്നത് 40,000, 40,000. സോ 40,000 2 lakhന് 40,000 ലെസ് ചെയ്താൽ ബാക്കി 1,60,000. സോ ടോട്ടൽ സെയിൽസിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് 40,000 മൈനസ് ചെയ്താൽ ബാക്കി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 1,60,000. സോ ഈ 1,60,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നത്. സോ 1,60,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് മെയിൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 1,60,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തന്ന എമൗണ്ട് 25,000. 1,60,000 പ്ലസ് 20,000 മൈനസ് പർച്ചേസ് മൈനസ് പർച്ചേസ് എന്നിട്ടുള്ളത് 1,50,000. എന്ത് ചെയ്യാം? 1,60,000 ഈക്വൽ ടു 1,60,000 പ്ലസ് 25,000 ഈക്വൽ ടു 1,85,000 മൈനസ് 1,50,000. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ 35,000. സോ 35,000 ആണ് എന്ത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ഈ ക്വസ്റ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫൈനലി നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ അത് എങ്ങനെ നമ്മൾ സെയിൽസിന്റെ പെർസെന്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ അത് യൂസ് ചെയ്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പിന്നീട് എന്ത് ചെയ്യാം? ഫൈനലി നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. സോ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിയിരുന്നത് 35,000. അപ്പോൾ ഈ ക്വസ്റ്റനിൽ 35,000 അല്ലെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളത് കണ്ടെത്താം. ഓക്കെ, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ ഇനി മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളൊരു ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. സോ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതുകൂടി ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ മിസ്സിംഗ് ഫിഗർ കണ്ടെത്താൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിക്കോട്ടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിക്കോട്ടെ ഈ മിസ്സിംഗ് ഫിഗർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്ന ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. അതിന്റെ ഫോർമാറ്റ് ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ എന്താണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അത് തന്നെയാണ്. അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ പർച്ചേസ് ഉണ്ടായിരിക്കും. ഗ്രോസ് പ്രോഫിറ്റിന് മുൻപ് ഒരു പക്ഷേ എന്ത് വരാം? നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തില്ല? നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. സോ നമുക്കത് ഒഴിവാക്കാം. സോ പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. സോ മുൻപ് വന്ന ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ എങ്ങനെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് സെയിൽസ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ സെയിൽസ് 2 lakh ഉണ്ടായിരുന്നു. സോ 2 lakh. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് 25,000 ആയിരുന്നു. 25,000. ദെൻ പിന്നീട് വന്നിട്ടുള്ളത് പർച്ചേസ് നമുക്ക് വന്നിട്ടുള്ളത് 1,50,000 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി 40,000. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ 40,000 കണ്ടെത്തി കഴിഞ്ഞ് ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കണ്ടെത്താം. സോ ടോട്ടൽ എമൗണ്ട് 2 lakh plus 25,000 is equal to 2,25,000. 2,25,000 മൈനസ് ചെയ്താൽ 2,25,000 ഫിഗേഴ്സ് മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് കിട്ടും. നേരത്തെ കിട്ടിയ എമൗണ്ട് എന്താണ്? അതിന് കിട്ടും. അതായത് 35,000. സോ 35,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് അഥവാ ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ മിസ്സിംഗ് ഫിഗർ കണ്ടെത്തുക? സോ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോർമൽ അക്കൗണ്ട് ഓർ ടെമ്പററി അക്കൗണ്ട് ആണ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മിസ്സിംഗ് ഫിഗർ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ബാക്കി ഫോർമാറ്റും മറ്റു കാര്യങ്ങളും സിമിലർ ആണ്. നമ്മൾ എങ്ങനെയാണോ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം അത് തന്നെയാണ് നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ. ഇനി ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ദെൻ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ആ ഇക്വേഷനിൽ ചെറിയൊരു റീ അറേഞ്ച്മെന്റ് വരുത്തിയിട്ടുള്ളൂ. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡോട് കൂടി നമ്മൾ പർച്ചേസ് ആഡ് ചെയ്തു, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു. അതിൽ നിന്ന് എന്ത് ചെയ്യും?
പർച്ചേസ് അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ചെയ്തു. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസും അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യും. അതിന്റെ ലോജിക് നമ്മൾ ആലോചിക്കുകയാണ്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് അതേപോലെ തന്നെ പർച്ചേസ് ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, അത്രയും ഐറ്റംസ് ആണ്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ ഓപ്പോസിറ്റ് സൈഡിലാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ സെയിൽസും മറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. സോ ഈ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ദെൻ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താം. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടെത്താൻ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇക്വേഷൻ ഞാൻ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എങ്ങനെ ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നോക്കാം. ഫ്രം ദി ഫോളോവിംഗ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ആയിരിക്കും സെയിൽസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് 10% ഓൺ സെയിൽസ്. സോ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സെയിൽസിന്റെ മുകളിൽ 10% കണ്ടെത്താം. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരുന്നു. ഇവിടെ നമുക്ക് നേരിട്ട് 10% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, 10% കണ്ടെത്താൻ ഈസി ആയിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സോ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താം. നെക്സ്റ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ദെൻ വേജസ്. സോ അത്രയും കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത്രയും ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതില്ല അവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ ആദ്യം കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടെത്താം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5 lakh സെയിൽസ് തന്നിട്ടുണ്ട്. 5 lakh തന്നിട്ടുണ്ട് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 10% ഓൺ സെയിൽസ് ആണ്. 10% on sales, that is 5 lakh minus 50,000. 5 lakh in 10% 50,000, that means 4 lakh 50,000. So 5 lakh നമ്മുടെ 50,000 എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, 60,000. ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 60,000. Then purchase question തന്നിട്ടുണ്ട് 3,90,000. 3,90,000. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് നമ്മുടെ പ്രൊഡക്ഷനുമായി നേരിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് ഒരു ഐറ്റം തന്നിട്ടുണ്ട്, അതായത് വേജസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വേജസ് ആണ്. വേജസ് 40,000. 40,000 and minus cost of sales is equal to 4,50,000. 4,50,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് നോക്കാം. ഈ എമൗണ്ടിൽ ആഡ് ചെയ്യാം. 60,000 പ്ലസ് 3,90,000 പ്ലസ് 40,000 മൈനസ് 4,50,000 ചെയ്താൽ ബാക്കി വരുന്ന എമൗണ്ട് ബാലൻസ് ഫിഗർ ഈസ് ഈക്വൽ ടു 40,000. 40,000. അപ്പോൾ 40,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കാണാൻ നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ നമുക്ക് ഈ ഒരു ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താം. സോ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നടക്കും. എന്തിനും ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സോ ഈ ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രകാരം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 60,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 തന്നിട്ടുണ്ട്. അതേപോലെ പർച്ചേസ് ഉണ്ട് 3,90,000. 3,90,000. The next wages തന്നിട്ടുണ്ട് 40,000. 40,000 wages തന്നിട്ടുണ്ട്. Then നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 50,000 ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. Then finally സെയിൽസ് അവൈലബിൾ ആണ്. 5 lakh സെയിൽസും തന്നിട്ടുണ്ട്. 5 lakh സെയിൽസ് എന്ത് ചെയ്യാം, രണ്ട് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യാം. ദെൻ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് ബാലൻസ് ഫിഗർ അത് കണ്ടെത്താം. സോ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. 5,40,000. 5,40,000. സോ ഈ 5,40,000 എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിലെ സെയിൽസ് മൈനസ് ചെയ്യാം. 5,40,000 5 lakh മൈനസ് ചെയ്ത ബാക്കി 40,000. സോ ബൈ യൂസിങ് മെമ്മോറാണ്ടം അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ്. സോ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് അതേപോലെ തന്നെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് കണ്ടെത്താം. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.